രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കൊക്കെയുള്ള കറി ഉണ്ടാക്കണം. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ദാ ഒരു ചൗച്ചവ് ഉണ്ട്. ഈ ചൗച്ചവ് വെച്ചിട്ട് നമുക്ക് കൂട്ടുണ്ടാക്കാം. കൂട്ടെന്ന് പറയുമ്പോൾ തക്കാളിയും സബോളയും ഒന്നും ചേർക്കാണ്ട് കുറച്ച് ചേരുവകളെ വേണ്ടോ വളരെ എളുപ്പത്തിൽ ചോറിന് കുഴച്ചുണ്ണാൻ പറ്റിയ ഒരു കറി അല്ലെങ്കിൽ കൂട്ട് എന്ത് വേണമെങ്കിൽ പറയാം. കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്തിടാനായിട്ട് ഉണക്കമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ കടുക് ഉഴുന്നും പരിപ്പൊക്കെ, കുറച്ച് തേങ്ങ അരയ്ക്കാനായിട്ട്, പിന്നെ വേണ്ടത് ചെറുപയർ പരിപ്പ്, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചതാണ്. ഇതൊരു 2 പിടിയൊക്കെ മതി, അല്ലെങ്കിൽ കറിക്ക് അനുസരിച്ച് കേട്ടോ. പിന്നെ കുറച്ച് പുളി, ഒരു നാരങ്ങാ വലിപ്പമൊന്നുമില്ല, അതിനെക്കാട്ടും കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ ചൗച്ചവിൻ്റെ തോലൊക്കെ എടുക്കാം. ഇതേപോലെ ഒരു പീലർ വെച്ചിട്ട് വേഗത്തിൽ നമുക്ക് തോലെടുക്കാനായിട്ട് പറ്റും. തോലെല്ലാം എടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ ഉള്ളിൽ കുരു ഉണ്ടാവില്ലേ, ആ കുരു കളയണം കേട്ടോ. അത് വലിയൊരു കുരു ആയിരിക്കും. അപ്പോൾ ഈ തോലൊക്കെ നമുക്ക് മാറ്റാം. ഇനി മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുവൊക്കെ എടുത്ത് കളയാം. കുരു കളഞ്ഞതിന് ശേഷം ഒരുപാട് വലുതുമല്ല എന്നാൽ ചെറുതുമല്ല, അതേപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ചൗച്ചെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിയും, സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാം. കൂടെ തന്നെ ഈ ചെറുപയർ പരിപ്പ് ഇത് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അത് കാരണം അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഈ ചൗച്ചവ് ഒന്ന് മുങ്ങിക്കിടക്കണ പോലെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലായ കാരണം കൊണ്ട് ഒരു വിസിൽ മതി, നമുക്ക് വെന്ത് കിട്ടും. ഈ തേങ്ങ അരച്ചെടുക്കണം. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ കുറേ വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. കുക്കറിൽ ആവി മുഴുവൻ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ അതാ ചൗച്ചവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും തീ കത്തിക്കുക. ഇതിലേക്ക് നമ്മൾ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതൊഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ലെങ്കിൽ കൂട്ട് അല്ലെങ്കിൽ കറിയെന്ന്. അപ്പോൾ കൂട്ടായിട്ടാണ് അങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ തന്നെ വറുത്തിട്ടാൽ മതി. അതല്ല കറിയായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും ഇതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കറി പോലെയാണ് ചെയ്യണത്. അപ്പോൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, അതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്തിട്ടാൽ മതി. നന്നായിട്ട് തിളയൊക്കെ വന്നു. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത്. കടുക്, കുറച്ച് ഉഴുന്നും പരിപ്പ്, പൊട്ടി വരുമ്പോൾ ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടോ. വളരെ എളുപ്പമാണ്, വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തീർക്കാനും പറ്റും. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്, നല്ലൊരു നാടൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കുഴച്ചുണ്ണാനായിട്ട് ഇത് മാത്രം മതി. പിന്നെ നമുക്ക് തൈരും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ മുഴുവനായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.